ഇന്ത്യയിൽ എലികളെ ദൈവമായി വിശ്വസിക്കുന്ന അമ്പലത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആൻഡ് ഇവിടെ ഒന്നല്ല രണ്ടല്ല 25,000 എലികളാണ് ഇന്നിവിടെ ഉള്ളത്. ചിന്തിച്ച് നോക്കി, 25,000-ന് മേലെ എലികൾ ഇവിടെ ഉണ്ട്. എന്നാൽ ഇന്ന് ഞാനുള്ളത് രാജസ്ഥാനിലെ കർണി മാത അമ്പലത്തിലാണ്. ഇവിടുത്തെ വിശ്വാസം അനുസരിച്ച് ഈ കാണുന്ന എലികളെല്ലാം ദൈവങ്ങളാണ്, ഇവരുടെ പൂർവികരാണ്. ഇതിന്റെ കഥ മനസ്സിലാക്കിയാലോ? രാജസ്ഥാനിലെ ദേശ്നോക്ക് വില്ലേജിലെ അതിപ്രശസ്തമായ ഒരമ്പലം. വിശ്വാസത്തിന്റെ കാര്യത്തിലും അമ്പലത്തിന്റെ ചരിത്രവും രണ്ടും ഇവിടെ പ്രശസ്തമാണ്. പക്ഷെ ഇതിലും അപ്പുറം ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ എലികൾ. 25,000-ൽ പരം എലികൾ ഇവിടെ എങ്ങനെ വന്നു എന്ന് എന്തായാലും അറിഞ്ഞിരിക്കണം. ഇവർക്കൊന്നും നമ്മളെ ഒരു പേടിയില്ലാതെ നമ്മൾ നിൽക്കുമ്പോഴാണ് ഇത് അടുത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരാളോട് ഉറങ്ങാ. എനിക്ക് ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. എന്താ ഇവിടെ ഒരുപാടെണ്ണം ഇരിക്കുന്നുണ്ട്. നമ്മൾ ഉറങ്ങാൻ നല്ല അടി അടി. ഇവിടെ ഉണ്ടോ നമ്മളൊന്നും ഒരു കൂസലില്ലാതെയാണ് എൻ്റെ അയ്യോ ചാടല്ലേ, വാടാ 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 ധീരണ്ട് വാടാ. നമ്മളൊരു കൂസില്ലാതെ ഇവര് വന്നിട്ട് നമ്മളായിട്ട് ഇടപഴകുന്നേ. നമുക്കാണ് തൊടാനൊരു അറപ്പ് തോന്നുന്നേ. ഇവിടെ എത്ര എണ്ണോടെ കിടക്കണം നോക്കിയേ, ഉറക്കത്തിലെല്ലാരും വാല് അടി നോക്കിയേ. ചാടണ 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 ചാടടാ. ഒരാൾ ഇവിടെ നല്ല ഉറക്കത്തിൽ ഒന്നും അറിയുന്നില്ല കേട്ടാ. കർണിമാതയെ പറ്റി പല രീതിയിലുള്ള കഥ ഉണ്ടെങ്കിലും അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ കേട്ട കഥ പറയാം. വളരെ പണ്ട് സാത്വിക ഗ്രാമത്തിൽ ദീപാജി എന്നയാളെ കല്യാണം കഴിക്കുകയായിരുന്നു കർണിമാത. അവർക്ക് 4 കുട്ടികളുണ്ടായി. ഒന്ന് ശിവ്, നർസി, പൂനം ആൻഡ് ഇളയ കുട്ടി ലക്ഷ്മൺ. ഒരു നാൾ ലക്ഷ്മൺ കപിൽ എന്ന കായലിൽ കുളിക്കാൻ പോവുകയും അവിടെ മുങ്ങി മരിക്കുകയും ഉണ്ടായി. മാധവ് അവന്റെ ദേഹം കൊണ്ട് അവിടുത്തെ മൂർത്തിയുടെ മുന്നിൽ പോയെങ്കിലും സഹായം കിട്ടിയില്ല. അവർ നേരെ യമരാജാവിന്റെ അടുത്ത് ചെന്ന് മകനെ തിരിച്ചു തരണം പറഞ്ഞു. യമരാജാവ് ചോദിച്ചു, അങ്ങനെ തിരിച്ചു തന്നാൽ എങ്ങനെ പുനർജന്മങ്ങൾ ശരിയാവും? മാധവ് പറഞ്ഞു, എന്നാൽ ഇനി ഒരിക്കലും തൻ്റെ കുടുംബത്തിലെ ആരും യമരാജാവിന്റെ അടുത്ത് വരില്ല. ആര് മരിച്ചോ അവർ എൻ്റെ കൂടെ നിൽക്കും. മരിച്ചവർ എലികളായും എലികൾ മരിച്ചാൽ മനുഷ്യരായും പുനർജനിക്കും എന്നാണ് ഇപ്പോഴത്തെ വിശ്വാസം. നോക്കി ഇവിടെ എല്ലാം കുന്നുകൂടിയിട്ടാ കിടക്കുന്നത് കേട്ടോ. അത് തന്നെ കുറെ ഓട്ടൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം പോകുന്നുണ്ട്. ഇത് പല രീതിയിൽ പല സ്ഥലങ്ങളിലും ഓട്ട വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവരെല്ലാവരും കൂടിയിട്ട്. കാരണം 1, 2 ഒന്നും അല്ലല്ലോ മൊത്തമുള്ളത്. ഇവിടെ അടുത്ത ഓട്ടതാ കുറേയൊക്കെ ഇവർ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഓട്ടെ. ഇത് മാനുവലി ഉണ്ടാക്കിയിട്ടുള്ളതാ. ഇവിടെ പക്ഷികൾക്ക് പോകുന്നത് പ്രാവിന് പക്ഷികൾക്ക് പോകുന്നത് നമ്മൾ ഒരു പേടിയില്ല. ഒത്തുവോ നമുക്ക് ഒരു പേടിയില്ല. നമ്മൾ തൊടുന്നത് ഒരു കുഴപ്പമില്ല. പ്രാവുകൾക്ക് പോലും ചെറിയ പേടില്ല എന്നുള്ളത്. നമ്മൾ മെല്ലെ തൊടുന്നത്, നമ്മളൊന്നും അതിനെ ഉപദ്രവിക്കുന്നില്ല. തൊട്ടിട്ട് പോലും പ്രാവിന് പോലും ഒരു മൈൻഡും ഇല്ല. നമ്മൾ തന്നെ നമ്മുടെ ഇടയിൽ കൂടെ ഓടി അയ്യോ ഇതേ കാലിലെല്ലാം കടിക്കാൻ വരുന്നുണ്ട് ഈ സാധനം. നോക്കിയിരിക്കുന്നേ, ഒരു കൂസലും ഇല്ല, നൈസായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ അതിന് വെള്ളം വെച്ച് കൊടുത്ത് ഇവിടെ അതിന് ഫുഡ് വെച്ച് കൊടുത്ത് ഇതെല്ലാം കളിക്കുക. അവിടെ ചെറിയ ചെറിയ ചുമരുകളെ കൂട്ടി നമ്മുടെ അടുത്ത് വരെ വന്ന് കിട്ടും. അതിനൊന്നും ഒരു പേടിയില്ല. നമ്മുടെ അടുത്ത് വന്ന് നിൽക്കും. നമ്മുടെ മേത്തൊക്കെ കയറി ഇടയ്ക്ക്. നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ എണ്ണം കളിക്കുന്നുണ്ട്. അവിടെ കുറേ എണ്ണം കളിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റും ഇതിങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ മേത്തൊക്കെ ചിലപ്പോൾ കയറി കേട്ടോ. അത് അറപ്പുള്ള ആൾക്കാരാണെങ്കിൽ തീർന്ന്. എന്താ എലികൾക്കും പ്രാവുകൾക്കുള്ള ഫുഡ് വരെ ഇവിടെ വെതറി കൊടുത്തേക്കാം. എത്ര വേണേലും എടുത്ത് കഴിക്കാന്നുള്ള ഇതിൽ വെതറി കൊടുത്തേക്കാം. എത്ര വേണേലും കഴിക്കാം. ഇന്ന് ഈ പറഞ്ഞ 25,000-ന് മേലെ എലികൾ ഇവരുടെ കൂടെയുള്ളവരായാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ എലികൾക്ക് ഭക്ഷ്യദാനം ചെയ്യുന്നത് പുണ്യമായാണ് ഇവർ വിശ്വസിക്കുന്നത്. ലഡ്ഡു, നാളികേരം, പാല്, നട്ട്സ് അങ്ങനെ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ ഇവർക്ക് ഇവിടെ ദാനമായി കൊടുക്കുന്നുണ്ട്. കൂടാതെ അവർ കുടിച്ച പാല് പ്രസാദമായി കൊടുക്കുകയും നമ്മൾക്ക് കഴിക്കേണ്ട റൊട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ എലികൾ കഴിക്കുന്നതും നല്ലതാണെന്നാണ് വിശ്വാസം. ഒരു സാധനം കാണിച്ചു തരാം, നെട്ട റെഡി ആയിക്കോട്ടോ. ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ പൂജ കഴിഞ്ഞിട്ടുള്ള പൂക്കളാ. ആ പൂക്കൾ നിറച്ച് എലി നിറഞ്ഞിരിപ്പ. ഇവിടുത്തെ രസം എന്താണെങ്കിൽ ഈ എലി കുടിച്ച പാൽ തന്നെ ഉള്ളിൽ അഭിഷേകത്തിനും
പ്രസാദമൊക്കെ ആയിട്ട് കൊടുക്കാൻ കൊണ്ടുപോകുന്നത്. അതാണ് ഇവിടുത്തെ രസം. ഇവിടുത്തെ ഈ എലികൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇവർക്ക് നമ്മളെ ഒരു പേടിയുമില്ല. നമ്മുടെ കാലിലും മേലിലും ഒക്കെ കയറും. രണ്ട്, ഇവർ നമ്മളെ ഉപദ്രവിക്കില്ല എന്നാണ് സത്യം. എത്ര മേത്ത് കയറിയാലും ആരെയും ഇതുവരെ കടിച്ചിട്ടൊന്നുമില്ല. ആൻഡ് മൂന്ന്, ഈ എലികൾ കുടിച്ച പാലാണ് പ്രസാദമായിട്ട് ഇവിടെ കൊടുക്കുന്നതും. ഇത് മേത്ത് കയറുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ അവിടെ നിന്ന് ഇരുന്ന് നോക്കിയത് കേട്ടോ. അത്ര പേടിയൊന്നുമില്ല ഇതിന്. ഇങ്ങനെ നമ്മുടെ മേത്തൂടെയൊക്കെ നൈസായിട്ട് ചാടി പോകുന്നുണ്ട് ഒരാൾ. കടാ കടാ. എന്നാലും അവരൊക്കെയാണ് ചെറിയൊരു പേടിയുള്ളത്. നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം, നമുക്ക് ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി. അവർ ഇങ്ങനെ വന്ന് കയറും. ഒരു 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 ഹാംഫുള്ളും ഇല്ല ഇവർ. സൈലൻസ് ആയിട്ട് അവർ മെല്ലെ മേത്തൂടെ കയറി പൊക്കോളും. കടിക്കില്ല, ഒന്നുമില്ല. നല്ല രസം അത് കണ്ടിങ്ങനെ ഇരിക്കേണ്ടത്. നമ്മുടെ അടുത്തൂടെ എത്ര എലികളാണ് പോകുന്നത്. കടിക്കണ കടിക്കണ വേടാ. കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവന്ന് വെച്ചാൽ അതിലേക്ക് വന്ന് വെള്ളം കുടിക്കുന്നത് കേട്ടോ. ചെറിയ പാത്രങ്ങളൊക്കെ ഇങ്ങനെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടേ. അതിലൊക്കെ വന്നിട്ട് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും വന്നിട്ട്. നോക്കിയേ അതിൽ വന്ന് വെള്ളം കുടിക്കുന്നു കേട്ടോ. എന്താ അവിടെ ഒരാളിങ്ങനെ വെള്ളം ഇതിന്ന് കുടിക്കണോന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുക. ഞാൻ അടുത്തുള്ള കാരണമാണ് ആളൊക്കെ ഇത്രയും മടി. എല്ലാവരും ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട് ഇതിൽ വെള്ളം കുടിച്ചായിരുന്നു. പക്ഷെ നമ്മൾ ഇത്ര അടുത്തിരിക്കുന്നതുകൊണ്ട് അവർക്കൊരു ചെറിയൊരു ടെൻഷൻ. എത്ര എണ്ണം നോക്കി അടിപ്പിടി കൂടിയിട്ട്. അവയാ आप काम से रहने वाले हो? केरला से। मैं इधर बीकानेर रुकने के। हाँ, बीकानेर बहुत अच्छा है। बीकानेर अच्छा है। हाँ, मैं कल बीकानेर आया और आज ये देखने के। बहुत करने वाला तो मंदिर वर्ल्ड फेमस। हाँ, वर्ल्ड फेमस है। हाँ। कहाँ नहीं मिलेगा ऐसा मंदिर है। वर्ल्ड पूरे में फिर लो, ऐसा मंदिर कहाँ नहीं मिलेगा। ऐसा मंदिर नहीं मिलेगा वर्ल्ड पूरे में। वर्ल्ड this temple is famous. famous yeah. famous है। ये काबा है, चूहा नहीं है। काबा इधर ये चूहे बोलते हो ना, ये चूहे नहीं है, काबा है। राइट। काबा। हाँ, ये देखने का आया। डिफरेंट नहीं। कहाँ घूमते हो आप? इधर बीकानेर ओनली। 2 दिन में दिल्ली चल रहा है। बढ़िया। हमारा राजस्थान बहुत अच्छा शहर है। हाँ, राजस्थान बहुत अच्छा है। मैं राजस्थान पूरा घूमता। मस्ती लो आप। आप राजस्थान के हो क्या? राजस्थान क्या? केरला। मैं केरला। हिंदुस्तान में आता है क्या? हिंदुस्तान का शहर है क्या केरला? हाँ, इंडिया का लास्ट स्टेट ऑफ इंडिया। आपका नाम? संतोष। आपका? राहुल। हाँ। അപ്പോൾ കഥകളെല്ലാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി രാജസ്ഥാൻ വരുമ്പോൾ ബിക്കനീർ വരുമ്പോൾ അവിടെ നിന്ന് 30 കിലോമീറ്ററേ ഉള്ളൂ. ദേശ്നോക്ക് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇതെല്ലാം കാണാം. നല്ല രസമാണ്. നമ്മുടെ ഇടയിൽ കൂടെ ഒക്കെ എലികൾ ഇങ്ങനെ ഓടിക്കളിക്കുന്നതൊക്കെ കണ്ട് ഇരിക്കാൻ നല്ല രസമാണ്. ആൻഡ് നമുക്ക് എണ്ണിയാൽ തീരാത്ത അത്രയും എലികൾ ഇവിടെ ഉണ്ട്. ആൻഡ് എന്തായാലും വരേണ്ടതാണ്. രാജസ്ഥാനിൽ മൊത്തം 2 വിശേഷ അമ്പലങ്ങളേ ഉള്ളൂ. ഒന്ന് തനോട്ട് മാത, അതിൻ്റെ വീഡിയോ നമ്മളിനി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പ്ലസ് കർണി മാത. അപ്പോൾ ഇത് രണ്ടും മിസ് ചെയ്യരുത്. ആൻഡ് ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ് ടു ദാറ്റ്, ജിൻ സൈനിങ് ഓഫ്. ബൈ.